ഇവനും കുട്ടി നിൽക്കണ കണ്ടിരുന്നു. ആ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ അവിടുന്ന് പോയി. പിന്നെ അവിടുന്ന് വേറെ ആരോ പറഞ്ഞു പല കോഴിക്കോട് നിന്ന് വേറെ ബസ്സിൽ നിന്ന് കണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയാണ്ട് കോഴിക്കോട് സ്റ്റാൻഡിൽ നിൽക്കുന്നു. അതൊരു അഭിപ്രായം കിട്ടി. കോഴിക്കോട് എപ്പോഴായിരുന്നത്? കോഴിക്കോട് ഇന്നലെ രാത്രി വൈകുന്നേരം. ഇന്നലെ വൈകുന്നേരം. പിന്നെ വല്ല സൂചനയും കിട്ടിയില്ല? സൂചന കിട്ടിയില്ല. ഇപ്പോൾ അന്വേഷിച്ച് പോയി അവിടെ വരെ ഒരു CCTV പരിശോധിച്ച് അപ്പം പിന്നെ കുട്ടീനെ കൈ പിടിച്ച് ബസ് സ്റ്റാൻഡിൽ നിന്നാണ്ട് കയറുന്ന കണ്ടു. അത്രയേ ഉള്ളൂ. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറുന്നുണ്ട്. ബസ്സിൽ സ്റ്റാൻഡിൽ കണ്ട് കറക്കുന്നുണ്ട്. സ്റ്റാൻഡിലേക്ക് പോകുന്നുണ്ട്. ഇറങ്ങിയാണ്ട്. അപ്പോൾ തിരുരങ്ങാടിയിൽ വീണ്ടും തിരോധാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനുഷ്യരൊക്കെ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റുക്കിയ ഉമ്മയെ കഴിഞ്ഞ 6-7 ദിവസങ്ങൾക്ക് മുന്നേ കാണാതാവുന്നു. അതേസമയം തിരുരങ്ങാടിയിൽ വീണ്ടും മറ്റൊരു തിരോധാനം സംഭവിക്കുകയാണ്. ഇതിനൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ. യഥാർത്ഥത്തിൽ തിരുരങ്ങാടിയിലുള്ള അവസാനമായിട്ട് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ തിരോധാനത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? അതായത് സഫീർ എന്ന് പറയുന്ന ഒരു യുവാവ് അവൻ്റെ കുഞ്ഞു മകളെയും കൊണ്ട് 1 വയസ്സായ കുഞ്ഞു മകളെയും കൊണ്ട് പോയതാണ്. സഫീറിന് യഥാർത്ഥത്തിൽ ചെന്നൈയിൽ ബിസിനസ്സായിരുന്നു, കഫ്റ്റീരിയ ആയിരുന്നു. അങ്ങനെ കഫ്റ്റീരിയ ബിസിനസ് ചെയ്യുന്ന സഫീർ വീട്ടിലെത്തുകയും വീട്ടിൽ നിന്നും കല്യാണത്തിന് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതാണ്. പക്ഷേ ഇപ്പോഴും സഫീറിനെ കിട്ടിയിട്ടില്ല. കുഞ്ഞുമായിട്ടുള്ള യാതൊരു വിവരങ്ങളുമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് നൽകുന്ന സൂചനകൾ ഈ പിന്നെ സഫീറുമായി അതാവുമ്പോഴും അതേപോലെ റുക്കിയ ഉമ്മയുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ എന്തൊക്കെയോ ബന്ധങ്ങളുള്ള മാതിരി നമ്മൾ സംശയിച്ചുകൂടായില്ല. പക്ഷേ നമ്മൾ സംശയിക്കുന്നില്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണങ്ങൾ അത്തരത്തിലൊക്കെ പോകാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഇത്തരം തിരോധാനങ്ങൾ പലപ്പോഴും പല കണക്ഷൻസുകളും, പ്രത്യേകിച്ച് അന്ന് സഫീർ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 12:30 മണിക്കാണ് മകളെ പെട്ടെന്ന് ഒരുക്കി നിർത്താനും വേണ്ടിയിട്ട് ഭാര്യയോട് പറയുന്നുണ്ട്. ഏതായാലും ആ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. എനിക്ക് രാവിലെ 12 മണിയായപ്പോൾ എനിക്ക് വിളിച്ചതാണ് പറഞ്ഞ് ചമ്മാടുണ്ട്, കുട്ടീനെ മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുട്ടിക്ക് വീട്ടിൽ നിന്നുള്ള ഡ്രസ്സ് ഇട്ട് കൊടുത്ത്. പിന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിലാരില്ലേനി, ഞാനും കുട്ടി തന്നെ ഉള്ളായിരുന്നു. അപ്പോൾ കുട്ടിയും പിന്നെ വേറെ പുതിയത് ഇട്ടെടുക്കാൻ കല്യാണത്തിന് കൊണ്ടുപോകാണ്, പുതിയത് ഇട്ടെടുക്കാൻ പറഞ്ഞു. അങ്ങനെ പുതിയത് ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത്. അപ്പോൾ എന്നിട്ട് അപ്പം തന്നെ വേഗം പൊയ്ക്കണാണ്, നിന്നിട്ടില്ല. 12:45 ആണ് പോയത് വീട്ടിൽ നിന്ന്. പിന്നെ പോയിൻ്റെ ശേഷം വെച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫാണ്. ഒരു വിവരം ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ കൊണ്ടോട്ടിൻ്റെ ബാംഗ്ലൂരുണ്ട്, അങ്ങനെ ഓരോന്നിങ്ങനെ ഫേക്ക് ന്യൂസ് വരികയാകുന്നു. എന്നെ സമാധാനിപ്പിക്കാൻ പറയാമെന്ന് നമുക്കറിയാം. ഏകദേശം 12:30 മണിക്ക് സഫീർ മകളായിട്ട് ഒരുക്കി നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞുമായിട്ട് നേരെ സഫീർ പോയത് കൊണ്ടോട്ടിയിലേക്കായിരുന്നു. അങ്ങനെ കൊണ്ടോട്ടിയിലേക്ക് ആണ് പോയത് എന്ന് അറിയപ്പെടുന്നത് ഓട്ടോ ഡ്രൈവർ എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. പിന്നീട് ആ ഓട്ടോ ഡ്രൈവർ ഒരു ഫയൽ കൈമാറിയിട്ടുണ്ടായിരുന്നു, സഫീർ മറന്നു വെച്ച് പോയിട്ടുള്ള ഫയലുകൾ. പ്രത്യേകിച്ച് ഇത്തരം തിരോധാനങ്ങളിലൊക്കെ നമ്മൾ ഇതുമായി ചിന്തിക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ തിരോധാനത്തിൻ്റെ മിസ്സിംഗ് കണക്കുകൾ അന്വേഷിച്ച സമയത്ത് കൂടുതലായിട്ടും ഒരു മിസ്സിങ്ങുമായി ബന്ധപ്പെടുന്ന സമയത്ത് ചില കേസുകളൊക്കെ അവർ എന്താ പറയുക രക്ഷിതാക്കളുമായിട്ട് ബന്ധങ്ങളുണ്ട് എന്നാണ്. ഒരുപക്ഷെ നമുക്ക് സംശയത്തിൻ്റെ ആസ്പദമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ സഫീർ എന്ന് പറയുമ്പോൾ സ്വന്തം മകളൊക്കെ ആണെങ്കിലും ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പണം കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ സംശയാസ്പദമായിട്ട് ഒരുപക്ഷെ അന്വേഷണങ്ങൾ പോകുന്ന സമയത്ത് ഒരിക്കലും ഇതിനെ ഒരു പ്രെഡിക്റ്റ് ചെയ്ത് പറയല്ല, ഒരുപക്ഷെ സഫീർ സ്വന്തം മകളെ പണത്തിന് വേണ്ടിയിട്ട് മുന്നേ ഇവിടെ ഉണ്ടായൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. തെക്കൻ ഭാഗത്ത് കേരളത്തിൻ്റെ പണത്തിൻ്റെ ഇടപാടിൻ്റെ ഭാഗമായിട്ട് മകളെ തട്ടിക്കൊണ്ടുപോയതും ഒക്കെ. അപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ഡീലിങ്ങിൻ്റെ ഭാഗമായിട്ടാവുമോ? കാരണം മനുഷ്യക്കടത്തിൻ്റെ യുഗമാണ്. ഒരു കുട്ടിയെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 ലക്ഷം രൂപയെങ്കിലും ചുരുങ്ങിയത് കിട്ടും. അപ്പോൾ ചില സമയങ്ങളിൽ സ്വർണം, പണം ഇതൊക്കെ
പണയം വെച്ചിട്ടും ഇല്ലാത്ത സമയത്ത് അങ്ങനെയൊക്കെ ആയിക്കൂടായില്ല. കാരണം മനുഷ്യൻ്റെ ചിന്തകളാണ്. മനുഷ്യൻ്റെ ചിന്തകൾ ഏതവസ്ഥയിലേക്ക് കൊണ്ടുപോകും, ഏതവസ്ഥയിലേക്ക് കൊണ്ടുപോകില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇവിടെ ചില സാധ്യതകൾ കാണുന്നുണ്ട് സഫീറിൻ്റെ വിഷയത്തിൽ. പ്രത്യേകിച്ച് കൊണ്ടോട്ടിയിലേക്കാണ് പോയത് എന്ന് പറയുമ്പോൾ കൊണ്ടോട്ടി തൊട്ടടുത്ത് കാലിക്കറ്റ് എയർപോർട്ട് ഉണ്ട്. അപ്പോൾ എയർപോർട്ടുമായി ബന്ധപ്പെടുത്തിയിട്ട് എയർപോർട്ടിലെ ക്യാമറകളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എവിടേക്കെങ്കിലും വന്നിട്ടുണ്ടാവോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നിയറസ്റ്റായിട്ട് കാലിക്കറ്റ് എയർപോർട്ടാണല്ലോ. അപ്പോൾ കൊണ്ടോട്ടിയിൽ പോയിട്ട് ഇറങ്ങി എന്നുള്ള ചോദ്യങ്ങളും. പക്ഷേ ഭാര്യ തന്നെ പറയുന്നുണ്ട് ഇവിടെ ബാംഗ്ലൂരുണ്ട്, മറ്റുള്ള സ്ഥലങ്ങളുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പൊതുവെ ഇത്തരം മിസ്സിങ് കേസുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും, ഇന്ന സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുണ്ട്. പക്ഷേ അതൊന്നും 100% കറക്റ്റ് അല്ല. പക്ഷേ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അന്വേഷണങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഫീറിൻ്റെ ഈ കുട്ടിയുടെ വല്യുപ്പയുടെ ഒരു വീഡിയോ ഉണ്ട്, അതൊന്നും നമ്മൾ കാണാം. എപ്പോഴായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്? ഇന്നലെ 11:30 മണിക്ക് പിന്നെ എനിക്കൊരു ഫോൺ വന്ന് ഞാൻ മദ്രാസിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇറങ്ങിക്കണ്. അപ്പോൾ വീട്ടിൽ നിന്ന് വണ്ടി അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വണ്ടിയൊന്നുമില്ല, നീ ഓട്ടോ വിളിച്ചുകൊണ്ട് പോരുമ്പോൾ കുട്ടീനെയും പെണ്ണുങ്ങളെയും കൊണ്ട് കൊണ്ടുവരും. ഒരു പെരുന്നാൾക്ക് പോയതാ, പെരുമാരിക്ക് പോരുന്നത്. പിന്നെ ഇവിടെ ആരും കൊണ്ടുവരാൻ ആളില്ല. അതെന്ന് പറഞ്ഞ ഫോണവിടെ വെച്ച് 12:15 ഭാര്യ വീട്ടിലെത്തിക്കണ്. അവിടുത്തെ 16 വീട് പരമാരി അടുത്ത് തന്നെ. അവിടെ എത്തിയിട്ട് അവിടെ പറഞ്ഞ കുട്ടീനെ മാറ്റി, പിന്നെ എനിക്കൊരു കല്യാണം ഉണ്ട് സ്നേഹിതൻ്റെ, എനിക്ക് കണ്ട് പോകാൻ നിൽക്കുകയാണ്, വണ്ടി റോട്ടുമലുണ്ട്, കുട്ടിനെ മാറ്റിക്കൊണ്ടുപോയി അപ്പം കുട്ടിനൊപ്പം കൊണ്ടുവരാം, 2 മണിക്ക് വന്നിട്ട് എനിക്കിങ്ങോട്ട് പോരാൻ, നമുക്കിങ്ങോട്ട് പോകാൻ. അത് പറഞ്ഞ് ഓള് വാസ്തവത്തിൽ കുട്ടിനെ വരിക്ക് കൊടുത്തും ചെയ്തു. അപ്പല്ലേ കുട്ടി അങ്ങനെ ആ പോക്ക് പോയി. പിന്നെ അങ്ങോട്ടും എത്തിയില്ല. അപ്പോൾ എടുക്ക പോയിന്നൊന്നും അറിയില്ല. ഞങ്ങളിപ്പം വെറും കല്യാണം കഴിഞ്ഞ് വെറും കാത്തുനിന്ന് രാത്രി വരെ കാത്ത് കണ്ടില്ല. 8 മണിയായപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അടുത്തുള്ള വീട്ടുകാരുടെ കുട്ടി വലിയ സ്ഥലത്ത് പോയി പെറ്റീഷൻ കൊടുത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനത്തെ സംഭവിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഒന്നും വിവരം കിട്ടിയിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഒരു 12 മണി വരെ എടുത്ത് എല്ലാം എഴുതിയെടുത്ത് ഫോട്ടോകളൊക്കെ എടുത്ത് വാങ്ങി ഞാൻ കുട്ടീൻ്റെ എല്ലാ ഫോട്ടോ അവർക്ക് കൊടുത്ത് നിങ്ങൾ പോയിക്കോളി, ഞങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് വിവരം തരാം, നിങ്ങൾക്ക് വല്ലതും കിട്ടുമെങ്കിൽ ഞങ്ങൾക്ക് വിവരം തരാമെന്ന് പറഞ്ഞ് പോന്നാ. ഈ പുള്ളിക്കാരന് ഇവിടെ നിന്നല്ല പോയതല്ലേ? ഇവിടെ നിന്നല്ല പോയത്, ഓൻ ചെന്നൈയിൽ 5 മാസമായി പോയിട്ട്. 5 മാസമായി ചെന്നൈയിലാണ്. കച്ചവടം ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട്. ഇന്നലെ അവിടുന്ന് പോന്ന ശേഷം ഭാര്യ വീട്ടിൽ അവിടെ ഒരു കല്യാണത്തിൽ കല്യാണം കൂടിയിട്ടില്ല. കല്യാണം പറഞ്ഞതാ, കുട്ടീനെ ഉണ്ട് കല്യാണം ഉണ്ട്, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞു. അപ്പം അന്വേഷിച്ചപ്പോൾ കല്യാണമൊന്നുമില്ല. ആ ആൾക്ക് അവിടെ ചെന്നൈയിലുള്ള ആളാണ്. അതെ, പറഞ്ഞല്ലേ. അപ്പം പോലും അങ്ങോട്ട് വിളിച്ച്, അപ്പം ഇവിടെ കല്യാണമൊന്നുമില്ല, ആള് ഇവിടെ ഉണ്ടല്ലോ. അപ്പം പിന്നെ രാത്രി കടകൂട്ടി പോയതാണ്. കടകൂട്ടി പോകാൻ വണ്ടി കയറിയതാണ് 11:30. ശരി, അങ്ങനെ രാവിലെ 11:30 ഇവിടെ ഇറങ്ങി. അപ്പൊ കല്യാണമില്ല, അപ്പൊ പ്ലാനിങ് ആണ്. പിന്നെ അത് മനസ്സിലായി പ്ലാനിങ് ആണ്. അപ്പം ഞങ്ങൾക്ക് വേജാറ് ഇവന് കുട്ടീനെ കയറി പോലെ പോയില്ല ചാടി ജീവൻ വയ്ക്കണം. അങ്ങനെ രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയത്. അപ്പോൾ അവർ പിന്നെ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ഓരോരുത്തർ പറഞ്ഞു കേട്ട് കുണ്ടോട്ടിയിൽ പിന്നെ ഇവന് കുട്ടി നിൽക്കണം കണ്ടിരുന്നു. ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ അവിടുന്ന് പോയി. പിന്നെ അവിടുന്ന് വേറെ ആരോ പറഞ്ഞു പല കോഴിക്കോട് നിന്ന് വേറെ ബസ്സിൽ നിന്ന് കണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയാണ്ട് കോഴിക്കോട് സ്റ്റാൻഡിൽ നിൽക്കുന്നു. അതൊരു അഭിപ്രായം കിട്ടി. കോഴിക്കോട് എപ്പോഴായിരുന്നത്? കോഴിക്കോട് ഇന്നലെ രാത്രി വൈകുന്നേരം. ഇന്നലെ ഇന്നല്ല വൈകുന്നേരം. പിന്നെ വല്ല സൂചനയും കിട്ടിയില്ല? കിട്ടില്ല. ഇപ്പോൾ അന്വേഷിച്ച് പോയി അവിടെ വരെ ഒരു CCTV പരിശോധിച്ച് അപ്പോൾ പിന്നെ കുട്ടീനെ കൈ പിടിച്ച് ബസ് സ്റ്റാൻഡിൽ നിന്നാണ്ട് കയറുന്ന കണ്ടു. അത്രയേ ഉള്ളൂ. പിന്നെ ബസ് കയറുന്നുണ്ട്, ബസ്സിൻ്റെ സ്റ്റാൻഡിൽ കണ്ട് കറക്കുന്നുണ്ട്, സ്റ്റാൻഡിലേക്ക് പോകുന്നുണ്ട് ഇറങ്ങിയാണ്ട്. അപ്പൊ അത്രേ ഇപ്പൊ അറിവുള്ളൂ. അതെ, അതിപ്പോ ഇവിടെ കിട്ടിയിട്ടുള്ളൂ. വേറെ ഇവിടെ വരാത്ത പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ഒരു കാര്യം ഇവിടെ നമ്മൾക്കൊന്നുമില്ല, ഒന്നുമില്ല. സാമ്പത്തികമായിട്ട് പോലും അവിടെ കടമുണ്ട്, നാട്ടുകാർക്ക് പണം കൊടുക്കാണ്ട്, കച്ചവട സംബന്ധമായിട്ട് അത് പറയലുണ്ട്. എനിക്ക് സാമ്പത്തികമായി ഭയങ്കര തകർച്ചയാണ്, കച്ചവടത്തിൽ ബിസിനസ് ഇല്ലാത്തതുകൊണ്ട് പാർട്ട്ണർമാരെ കൂടുതലാണ്. 2-3 പാർട്ട്ണർമാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു കറക്ക് പറയും. പിന്നെ ഒരു മാസം മുമ്പ് പറഞ്ഞ് പിന്നെ ഞാൻ വലിയ കുടിക്കലാന്ന് പറഞ്ഞ് കുറച്ച് പണ്ടൊക്കെ വെച്ചുകൊണ്ട് 1 ലക്ഷം ഞങ്ങൾ കൊടുത്തയച്ച് എനിക്ക് പിന്നെ കുടിച്ചിരിക്കാൻ വയ്യാൻ പറഞ്ഞ് അത് സംഭവം നടന്നു. പിന്നെ 15 ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞത്. എത്ര മക്കളാണ് മൂപ്പർക്ക്? മോന് 8 മോളുള്ളൂ. 2 വയസ്സായിട്ട് കല്യാണം കഴിഞ്ഞിട്ട്.
അതല്ലേ, ഒരു വയസ്സുള്ള ഒരു മോള്. ഈ കുട്ടിക്ക് ഒരു വയസ്സുള്ളൂ. ഒരു വയസ്സുള്ള പ്രായം. അതെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വിഷമം എന്ത് പറ്റി എന്നുള്ളതാണ്. ആ കുട്ടീൻ്റെ കുടുംബം, അതിൻ്റെ ഉമ്മാൻ്റെയും കുടുംബം എന്താ, ഞങ്ങളുടെ സ്ഥിതി എന്താണ്? ഞങ്ങൾ പൊന്നു പോലെ കൊണ്ടു കിടത്തി. ഇപ്പോൾ അവരൊക്കെ ഇവിടെ ഇങ്ങോട്ട് ഒരു ഭാര്യയും കുട്ടികളൊക്കെ പോലും ഇങ്ങോട്ട് വന്നീന്. അവിടുന്ന് രാത്രി ഒറ്റപ്പരക്കാരാ ആള്. പിന്നെ ആങ്ങളാരൊക്കെ ഇവിടെയില്ല, ഇവിടെയൊക്കെ ജോലിക്ക് പോയിക്കണം. അപ്പോൾ വാപ്പല്ല. അതുപോലും ഓളും ഓളമ്മ ഇവിടെ വന്നില്ല. കേസിൽ വലിയ ദുരൂഹതകൾ സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ അന്വേഷണങ്ങൾ കുറച്ചും കൂടെ ശക്തമാക്കിയിട്ടുള്ള അന്വേഷണങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും സത്യത്തിൽ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് കൂടുതൽ സാധ്യത. ഇപ്പോൾ ഈ വല്യുപ്പയുടെ സംസാരിക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ ചെന്നൈ ബിസിനസ് ചെയ്യുന്ന അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് വീണ്ടും വീട്ടിലെത്തി പെട്ടെന്നൊരു പ്ലാനിങ്ങോടെ നടന്ന ഒരു തിരോധാനമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം മിസ്സിങ് കേസുകളൊക്കെ ഇതാവുമ്പോഴേ നമുക്ക് ഒരിക്കലും ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിളിച്ച് പറയാതിരിക്കുക. അത് വലിയ കോംപ്ലിക്കേഷൻസ് സൃഷ്ടിക്കും. കാരണം അന്വേഷണങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കണം. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ CCTV ക്യാമറകളിൽ കണ്ടിട്ടില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ കേരളത്തിൽ AI ക്യാമറകൾ ഒരുപാടുണ്ട്, റോഡുകളുണ്ട്, പല സൈഡുകളിലൊക്കെ ഉണ്ട്. ശരിക്കും AI ക്യാമറകളെ പണി എന്താണ്? കൂടുതലായിട്ടും പണം ഉണ്ടാക്കുക, കാരണം ഇത്തരം ഫൈനുകൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ശരിക്കും AI ക്യാമറകൾ എന്തുകൊണ്ട് നമ്മളെ കേരളത്തിൽ പല ഇടങ്ങളിലുമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യചിഹ്നം എൻ്റെ മുന്നിൽ വരുന്നുണ്ട്. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്താണെങ്കിലും അധികാരികളെ സംബന്ധിച്ചിടത്താണെങ്കിലും എന്തെങ്കിലും ഇത്തരം തിരോധാനങ്ങളൊക്കെ ഒരുപാട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ കണക്ക് പ്രകാരം ഏകദേശം 105 കുട്ടികളെങ്കിലും മിസ്സാവുന്നു എന്നാണ് ഒരു ദിവസത്തിൻ്റെ കണക്ക് പ്രകാരം നോക്കുമ്പോൾ. അപ്പോൾ അത്തരത്തിൽ ലെവലിലേക്കൊക്കെ ഈ തിരോധാനങ്ങൾ അതിയായിട്ട് നടക്കുന്നു. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഡൽഹി, ഗുജറാത്ത്, ബാംഗ്ലൂർ, ചെന്നൈ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും മിസ്സിങ്ങുകളൊക്കെ നടക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഇവർ ചിന്തിക്കുന്നത്, ഇവർ ചെന്നൈയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, ചെന്നൈയിലായിരുന്നു ബിസിനസ് ചെയ്തിരുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ചെന്നൈ കേന്ദ്രീകരിച്ചൊക്കെ ഇതിൻ്റെ അന്വേഷണങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാലും എയർപോർട്ടിൻ്റെ റിപ്പോർട്ടുകൾ, എയർപോർട്ടിലൂടെ കടന്നുപോയ ആളുകളൊക്കെ അന്വേഷണങ്ങളൊക്കെ കുറച്ചും കൂടെ ദൃഢമായിട്ട് അന്വേഷണങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാലും ഈ കുട്ടി എവിടെയാണെന്നുള്ളതും ഈ കുട്ടിയും ഉപ്പയും എവിടേക്ക് പോയി എന്നുള്ളതൊക്കെ കുറേയൊക്കെ അന്വേഷണങ്ങൾ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഒരു കേസ്, ഇപ്പം ജസ്ന കേസാണെങ്കിലും രാഹുൽ കേസാണെങ്കിലും ദിയ ഫാത്തിമയുടെ കേസാണെങ്കിലും ഇതൊക്കെ മിസ്സിങ് കേസുകളൊക്കെ കിട്ടാതിരിക്കുന്നുള്ള കാരണം അന്വേഷണങ്ങൾ വളരെ വേഗത്തിൽ നടത്തുക എന്നുള്ളതാണ് ഇത്തരം മിസ്സിങ് കേസുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം. പ്രത്യേകിച്ച് മിസ്സിങ് കേസുകളാവുമ്പോഴേ അതുമായിട്ട് ആ ഇര കടന്നു കളയാനും അല്ലെങ്കിൽ ആ വ്യക്തിയെ എന്തെങ്കിലും ആക്രമിക്കപ്പെടുവാനൊക്കെ വളരെ വേഗത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ വളരെ വേഗത്തിൽ കേസുകൾ മുന്നോട്ട് കൊണ്ട് അതിന് ഏറ്റവും കൂടുതൽ സുഖകരമായ മാർഗം എന്ന് പറയുന്നത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ആസ് എ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലക്കാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇത് പറയാൻ വലിയ ഇതൊന്നുമല്ല. പക്ഷേ പോലീസിനോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ CCTV ക്യാമറകൾ എന്ന് പറയുമ്പോൾ AI ക്യാമറകൾ കൂടുതലും സിറ്റികൾ ബേസ് ചെയ്തിട്ടും അത്തരത്തിൽ പല ഏരിയകളിൽ ബേസ് ചെയ്തിട്ടും AI ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് മാത്രം മിസ്സിങ്ങിന് വേണ്ടിയിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഇത്തരം കേസുകളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. രാഹുൽ മിസ്സിംഗ് ആയിട്ട് ഇന്നേക്ക് ഏകദേശം 20 വർഷങ്ങൾ പിന്നിടുന്നു. അതേസമയം ദിയ ഫാത്തിമയെ കാണാതായിട്ട് ഇന്നേക്ക് ഏകദേശം 10 വർഷങ്ങൾ പിന്നിടുന്നു. ജസ്ന മാരിയെ മിസ്സിംഗ് ആയിട്ട് എത്ര വർഷങ്ങൾ പിന്നിടുന്നു? ഒരുപാട് വർഷങ്ങൾ പിന്നിടുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഈ മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ വളരെ വേഗത്തിലാക്കുക എന്നുള്ളതാണ് തിരൂരങ്ങാടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ചും. അവിടെ 2 മിസ്സിങ്ങുകൾ ഒരേ സമയം സംഭവിക്കുമ്പോൾ എന്തൊക്കെയോ വലിയ വലിയ സംഭവങ്ങൾ പിറകിൽ നടക്കും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ മാഫിയയുടെ ആഗമനം വളരെ ശക്തമായിട്ടുണ്ട്. മനുഷ്യക്കടത്തിനെ കുറിച്ച് കഴിഞ്ഞ 1.5
മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 1 മാസത്തിനുള്ളിൽ, ഏകദേശം ആഴ്ചകൾക്ക് മുന്നേ. അതിൽ മനുഷ്യക്കടത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകത്ത് നടക്കുന്ന മനുഷ്യക്കടത്തുകളെക്കുറിച്ച്. ഈ മനുഷ്യക്കടത്തുകൾ ലോകത്ത് നടക്കുന്നതിൽ കേരളത്തിൽ നമ്മളെ ഈ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് അതുമായി സംബന്ധിച്ച് ഒരാളെ പിടിക്കപ്പെട്ടത്. അതേപോലെ ഹൈദരാബാദിൽ നിന്ന് ഒരു കിങ് പിന്നിനെ തന്നെ അന്വേഷണങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ആഫ്രിക്കയിലേക്കും അതേപോലെ പിന്നെ ഇറാഖിലേക്കൊക്കെ ആളുകളെ ജോലി വാഗ്ദാനം ചെയ്ത് കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വലിയ വലിയ ഓർമ്മകളും ചിന്തകളാണ്. നമ്മളെപ്പോഴും ചിന്തിക്കുക, യുക്തിയോടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ